ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മുഷിപ്പിച്ചതുകൊണ്ട് കരഞ്ഞ് പട്ടിണി കിടന്നത് ആരാണ്? മുഷിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം: പട്ടിണി കിടന്നത് ഹന്ന. മുഷിപ്പിച്ച വ്യക്തി പെനീന. 1 ശമൂവേൽ 1:6-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ പെരുകുന്നതോടൊപ്പം സംഭവിക്കുന്നത് എന്താണ്? ഉത്തരം: ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. 2 കൊരിന്ത്യർ 1:5. അടുത്ത ചോദ്യം: മറിയയുടെ ഭർത്താവായ യോസഫിൻ്റെ അപ്പൻ്റെ അപ്പൻ ആരാണ്? ഉത്തരം: മത്താൻ. മത്തായിയുടെ സുവിശേഷം 1-15-16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: എവിടെ നിന്നുള്ള 12 കല്ലുകളാണ് യോശുവ നാട്ടിയത്? ഉത്തരം: യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്തിനുള്ള. യോശുവയുടെ പുസ്തകം 6-3-9 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഹഗ്ഗായി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൂലിക്കാരൻ കൂലി വാങ്ങുന്നത് എന്തിനാണ്? ഉത്തരം: ഓട്ടസഞ്ചിയിൽ ഇടുവാൻ. ഹഗ്ഗായി പ്രവചനം 1-6 വാക്യം. അടുത്ത ചോദ്യം: യഹോവ 4 കൊല്ലന്മാരെ കാണിച്ചു കൊടുത്തത് ആർക്കാണ്? ഉത്തരം: സെഖര്യാവിന്. സെഖര്യാവിൻ്റെ പ്രവചനം 1-20 വാക്യം. അടുത്ത ചോദ്യം: എലീമേലേക്കും നവോമിയും ആരായിരുന്നു? ഉത്തരം: യഹൂദയിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ. രൂത്തിന്റെ പുസ്തകം 1-2 വാക്യം. അടുത്ത ചോദ്യം: 700, 300 ഈ സംഖ്യകൾ ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഉത്തരം: ശലോമോനുമായി. 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും. 1 രാജാക്കന്മാർ 11:3. അടുത്ത ചോദ്യം: മനുഷ്യൻ്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നത് എപ്പോഴാണ്? ഉത്തരം: മനുഷ്യൻ്റെ ജ്ഞാനം അവൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുമ്പോൾ. സഭാപ്രസംഗി 8:1. അടുത്ത ചോദ്യം: പാർസി രാജാവായ കോരേശിൻ്റെ ട്രഷറർ ആരാണ്? ഉത്തരം: മിത്രേദാത്ത്. എസ്രയുടെ പുസ്തകം 1-8 വാക്യം. അടുത്ത ചോദ്യം: പൗലോസ് സ്നാനം കഴിപ്പിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം: ക്രിസ്പോസിനെയും ഗായോസിനെയും. 1 കൊരിന്ത്യർ 1:15. അടുത്ത ചോദ്യം: യുദ്ധവീരനിലും ശ്രേഷ്ഠനായവൻ ആരാണ്? ഉത്തരം: ദീർഘക്ഷമയുള്ളവൻ. സദൃശവാക്യം 16:32. അടുത്ത ചോദ്യം: യഹൂദന്മാരെ നശിപ്പിച്ച് മുടിക്കേണ്ടതിന് ഹാമാൻ ഇടുവിച്ചത് എന്താണ്? ഉത്തരം: പൂരെന്ന ചീട്ട്. എസ്തേറിന്റെ പുസ്തകം 9-24 വാക്യം. അടുത്ത ചോദ്യം: ആരെയാണ് പൊതുവിശ്വാസത്തിൽ നിജപുത്രൻ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത്? ഉത്തരം: തീത്തോസിനെ. തീത്തോസിന്റെ ലേഖനം 1-4 വാക്യം. അടുത്ത ചോദ്യം: ഏറ്റവും തടിച്ചവനായിരുന്നവൻ ആരാണ്? ഉത്തരം: യഗ്ലോൻ. ന്യായാധിപന്മാർ പുസ്തകം 3-17 വാക്യം.
അടുത്ത ചോദ്യം, സർവഭൂമിയെയും നശിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം വിനാശക പർവ്വതം. യിരെമ്യാവിന്റെ പ്രവചനം 51:25. അടുത്ത ചോദ്യം, മല്ലന്മാരുടെ സന്തതികൾ ആരാണ്? ഉത്തരം അനാക്യ മല്ലന്മാർ. സംഖ്യാപുസ്തകം 13:33. അടുത്ത ചോദ്യം, ഏതിൻ്റെ ഹുങ്കാരപ്രതാപം ഭയങ്കരമായിരിക്കുന്നത്? ഉത്തരം കുതിരയുടെ. യോബിന്റെ പുസ്തകം 39:20. അടുത്ത ചോദ്യം, തൻ്റെ ജീവൻ മുഴുവനും തന്നിൽ ഇരിക്കുന്നത് കൊണ്ട് പരിഭ്രമം പിടിച്ചത് ആർക്കാണ്? ഉത്തരം ശൗലിന്. 2 ശമൂവേൽ 1:9. അടുത്ത ചോദ്യം, ബഹുസുന്ദരനായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം അദോനിയാവ്. 1 രാജാക്കന്മാർ 1-5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ബെന്യാമീൻ മക്കളോടുകൂടെ യെരൂശലേമിൽ പാർത്തു വരുന്നവർ ആരാണ്? ഉത്തരം യെബൂസ്യർ. ന്യായാധിപന്മാരുടെ പുസ്തകം 1-21 വാക്യം. അടുത്ത ചോദ്യം, ബെസലേലിൻ്റെ ജനകൻ ആരാണ്? ഉത്തരം ഊരി. 1 ദിനവൃത്താന്തം 2:20. അടുത്ത ചോദ്യം, ആരാണ് വർത്തമാനം കേട്ടപ്പോൾ കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചത്? ഉത്തരം നെഹമ്യാവ്. നെഹമ്യാവിന്റെ പുസ്തകം 1-4 വാക്യം. അടുത്ത ചോദ്യം, എങ്ങനെയുള്ളവരാണ് യെരൂശലേമിൽ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടത്? ഉത്തരം ദൈവം ഉയർത്തിയ ഏവനും. എസ്രയുടെ പുസ്തകം 1-5 വാക്യം. അടുത്ത ചോദ്യം, പച്ചപ്പുഴു തിന്നത് എന്താണ്? ഉത്തരം വീട്ടിൽ ശേഷിപ്പിച്ചത്. യോവേലിന്റെ പ്രവചനം 1-4 വാക്യം. അടുത്ത ചോദ്യം, പിന്തുടരുന്നവൻ്റെ മുൻപിൽ ശക്തിയില്ലാതെ നടക്കുന്നവർ ആരാണ്? ഉത്തരം സിയോൻ പുത്രിയുടെ പ്രഭുക്കന്മാർ. വിലാപങ്ങളുടെ പുസ്തകം 1-6 വാക്യം. അടുത്ത ചോദ്യം, പഴയ നിയമത്തിൽ ഏത് പുസ്തകത്തിലാണ് ഏക അധ്യായമുള്ളത്? ഉത്തരം ഓബദ്യാവിൻ്റെ പുസ്തകം. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ ഒരു രാഗത്തിൽ തുടങ്ങി മറ്റൊരു നാദത്തിൽ അവസാനിക്കുന്ന അധ്യായമുണ്ട്. രാഗവും നാദവും ഏതൊക്കെയാണ്? ഉത്തരം വിഭ്രമരാഗം, തന്ത്രിനാദം. ഹബക്കുക്കിന്റെ പ്രവചനം 3:1, 3:17. അടുത്ത ചോദ്യം, പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകത്തിന് തുല്യ അധ്യായങ്ങളുള്ള പുസ്തകം ഏതാണ്? ഉത്തരം മത്തായിയുടെ സുവിശേഷം. അടുത്ത ചോദ്യം, ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അദോനി ബേശക്. ന്യായാധിപന്മാർ പുസ്തകം 1-7 വാക്യം. അടുത്ത ചോദ്യം,
സാത്താൻ ദൈവപുത്രന്മാരുടെ കൂട്ടത്തിൽ ചെന്നത് എവിടെയാണ്? ഉത്തരം, യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. ദൈവവചനത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.